സത്യത്തിൽ ദൈവത്തിന്റെ നിറവേറുവാൻ തക്കവണ്ണം വലിയ ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിക്കുവാൻ ഞങ്ങളുടെ ദാസന് കൊടുത്ത അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുത്ത ദർശനങ്ങളും അരുളപ്പാടുകളും ഈ നാളുകളിൽ നിറവേറ്റിക്കൊണ്ട് തീരദേശത്തെ പ്രവർത്തനത്തിൽ കൂടെ വലിയൊരു ഉണർവിന്റെ ശക്തി വെളിപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. ആ അത്യന്ത ശക്തി ഞങ്ങളുടെ ദാസന്മാരുടെ മേൽ ദാസിമാരുടെ മേൽ ഇന്ന് രാത്രികാലം ഇറങ്ങുമാറാകണം. ആ അഭിഷേകത്തിന്റെ ശക്തി ഇറങ്ങുമാറാകണം. യേശു പറഞ്ഞല്ലോ, ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കോളം നഗരത്തിൽ പാർപ്പീനെന്ന് അരുളിച്ചെയ്ത ദൈവമേ, ഇന്ന് രാത്രികാലം അല്പസമയം ദൈവസന്നിധിക്കുമ്പോൾ ആ ഉയരത്തിലെ അത്യന്ത ശക്തി ഓരോരുത്തരുടെ മേലും വ്യാപരിച്ചു കൊണ്ടിരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ വലിയ ദൈവപ്രവൃത്തി കാണുവാൻ ദൈവം സഹായിക്കണമേ. ഓരോ ദിവസവും ജീവന്റെ സാക്ഷ്യങ്ങളെയും കേൾക്കുവാൻ ദൈവം ഇടയാക്കി തീർക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. വെച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ പരസ്യങ്ങൾക്കായി സ്തോത്രം, എല്ലാ പ്രയർ മീറ്റിങ്ങുകൾക്കായി ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹവും വിടുതലും നന്മയായി തീരുവാൻ ദൈവാത്മാവിന്റെ ശക്തിയാൽ കർത്താവ് ആദ്യം മുതൽ അവസാനം വരെ പരിശുദ്ധാത്മാവ് നയിച്ച് എല്ലാ വിഷയത്തിലും വിടുതല അയച്ച് എല്ലാവരെയും രാത്രികാലം അനുഗ്രഹപൂർണമാക്കി തീർക്കണമേ. എല്ലാ സർവശക്തനായ ദൈവത്തിന്റെ കരത്തിലേൽപ്പിച്ച് എല്ലാ വിഷയങ്ങളുടെ പേരിൽ ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിക്കുവാൻ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചേശ്വര രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കും. കൃപയിൽ പുതിയ മഹത്വം എടുക്കും. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആമേൻ. പ്രാർത്ഥന കേട്ട ദൈവത്തെ നമുക്ക് കരമുയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഒരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ പ്രിയ അച്ഛനോട് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുക. ഒരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. എനിക്കൊരു തുണ നീ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീ, എനിക്കൊരു തുണ നീ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീ. ദുരിതം നിറയും മരുവിലെ വാസത്തിൽ, ദുരിതം നിറയും മരുവിലെ വാസത്തിൽ എനിക്കൊരു തുണ നീ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീ, എനിക്കൊരു തുണ നീ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീ. ഇണയില്ല കുറുപ്രാവ് പോൽ ഞരങ്ങുന്നു പ്രിയനെ ചേരുവാൻ. ഇണയില്ല കുറുപ്രാവ് പോൽ ഞരങ്ങുന്നു പ്രിയനിൽ ചേരുവാൻ. നാഥ വരുവാൻ താമസമെങ്കിൽ, നാഥ വരുവാൻ താമസമെങ്കിൽ വീഴാതെ നിർത്തിയിടമേ എന്നെ, വീഴാതെ നിർത്തിയിടമേ. നാഥ വരുവാൻ താമസമെങ്കിൽ വീഴാതെ നിർത്തിയിടമേ എന്നെ, വീഴാതെ നിർത്തിയിടമേ. എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ. സിംഹത്തിൻ ഗുഹ എനിക്കേകിയാലും അഗ്നിയിലെന്നെ വലിച്ചെറിഞ്ഞാലും
സിംഹത്തിൻ ഗുഹ എനിക്കേകിയാലും അഗ്നിയിൽ എന്നെ വലിച്ചെറിഞ്ഞാലും ഉള്ളം കലങ്ങും പ്രതിസന്ധികളിൽ വീഴാതെ നിർത്തേണമേ എന്നെ വീഴാതെ നിർത്തേണമേ വെള്ളം കലങ്ങും പ്രതിസന്ധികളിൽ വീഴാതെ നിർത്തേണമേ എന്നെ വീഴാതെ നിർത്തേണമേ എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ എനിക്കൊരു തുണ നീയേ എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ എനിക്കൊരു തുണ നീയേ ആശ്വസിപ്പാനൊരു ദേഹിയുമില്ല ആശ്വസിപ്പാനൊരു ഇടവുമില്ല ആശ്രയിപ്പാനൊരു ദേഹിയുമില്ല ആശ്വസിപ്പാനൊരു ഇടവുമില്ല ഒന്നേ മാത്രം നിൻ ജീവമൊഴികൾ മണ്ണിലെന്നാശ്വാസമായിന്നും മണ്ണിലെന്നാശ്വാസമായി ഒന്നേ മാത്രം നിൻ ജീവമൊഴികൾ മണ്ണിലെന്നാശ്വാസമായിന്നും മണ്ണിലെന്നാശ്വാസമായി എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ എനിക്കൊരു തുണ നീയേ എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ എനിക്കൊരു തുണ നീയേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. താങ്ക് യു മോളെ. ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തുണയായി ക്രിസ്തു മാത്രമാണ്. നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണങ്ങളിലൊക്കെയും നമുക്ക് കരുത്തു പകരുന്നത് ക്രിസ്തുവാണ്. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ വിശാലത കാണുമ്പോൾ, അവർ വളർന്നു വരുന്നത് കാണുമ്പോൾ ഫറവോ അവർക്കെതിരെ ഉയർത്തുന്ന ചില വിഷയങ്ങൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഫറവോൻ ഇസ്രായേൽ ജനത്തിനെതിരെ അവൻ കഠിനമായ പീഡനങ്ങൾ അവൻ അഴിച്ചുവിടുന്നു. രണ്ടാമത് അവരുടെ അധ്വാന ഫലം അവൻ കവർന്നെടുത്ത് സംഹാര നഗരങ്ങൾ അവൻ പണിയുന്നു. മൂന്നാമത് നമുക്ക് വീണ്ടും കാണുവാൻ സാധിക്കുന്നു, സ്തുതികർമ്മിണികളെ വിട്ട് അവരുടെ തലമുറകളെ വംശഹത്യ ചെയ്യുവാനുള്ള ശ്രമം നടത്തുന്നു. നാലാമത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതിലും അവർക്ക് പരാജയം അവർക്ക് പറ്റുമ്പോൾ അവർ മറ്റൊന്ന് ചെയ്യുന്നു. അവർ നൈൽ നദിയിലേക്ക് ആൺകുഞ്ഞുങ്ങളെ എറിഞ്ഞു കൊല്ലുവാനുള്ള പദ്ധതി ഇടുമ്പോഴും അവിടെ മറ്റൊരു കാര്യം സ്വർഗം വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവം അവന്റെ നിയമങ്ങളെ അതിജീവിച്ച അവൻ കൊണ്ടുവന്ന നിയമങ്ങൾക്കുള്ളിൽ തന്നെ തന്റെ ജനം വളരുവാൻ കഴിയുന്ന നിലവാരത്തിൽ അവർക്കൊരു രക്ഷകനായ മോശയെ അവന്റെ നിയമങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് യാതൊരു കേടുമില്ലാതെ വളർത്തിയെടുക്കുവാൻ കഴിയുന്ന നിലവാരത്തിൽ അവരുടെ നായകനെ ഉയർത്തുന്ന ചിത്രമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ആത്മീയ ജീവിതയാത്രകൾക്കെതിരെ ശത്രു പല രീതിയിൽ വിഷയങ്ങൾ കൊണ്ടുവരാം. നമ്മുടെ വരുമാന മേഖലകളിൽ അത് തകർച്ചകളായി തീരാം. നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണങ്ങൾക്ക് അവൻ തകർച്ചകൾ കൊണ്ടുവരാം. നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണങ്ങൾക്കെതിരെ പല രീതിയിലുള്ള ആരോപണങ്ങൾ കൊണ്ടുവരാം. നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണങ്ങൾക്കെതിരെ മത്സരങ്ങൾ കടന്നു വരാം. എന്നാൽ ഒന്ന് നാം തിരിച്ചറിയണം,
ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാ. ദൈവം തുറന്നാൽ ആർക്കും അടയ്ക്കുവാൻ സാധ്യമല്ല. ദൈവം കൂടെയുണ്ടായിരുന്ന ജനതയെ മുന്നോട്ട് നയിച്ചു. ഫറവോന്റെ കീഴിൽ നിന്നും അവനെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന നിലവാരത്തിൽ മോശെ ഉയർത്തി ജനത്തെ പുറത്തു കൊണ്ടുവന്നതുപോലെ ദൈവം നമ്മളെ മുന്നോട്ട് നയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. കർത്താവിന്റെ നാമ മഹത്വത്തിനായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ കർത്താവിന്റെ കരം നമുക്ക് വേണ്ടിയിരിക്കും. നമ്മൾ ഒരിക്കലും നമ്മുടെ ഉയർച്ചയ്ക്കോ നമ്മുടെ താല്പര്യങ്ങൾക്കോ വേണ്ടിയല്ല നാം നിലകൊള്ളുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം നമുക്കുള്ളത് കൊണ്ട് നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുന്ന കർത്താവിനെ നാം കാണും. വരും നാളുകളിൽ ആത്മീയ ഉണർവിന്റെ ഭാഗമായി തീരുവാൻ സ്വർഗം നമ്മളെ അനുഗ്രഹിക്കും, സ്വർഗം നമ്മളെ മാനിക്കും. നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മുടെ വിഷയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, നമുക്ക് കിട്ടിയിരിക്കുന്ന സ്വർഗീയ ദർശനം പാരമ്പര്യത്തിന്റെ കോട്ടകൾ വിട്ട് ജനം രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന ആ സ്വർഗീയ ദർശനം. അതോടൊപ്പം തന്നെ അന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്കുണ്ടായ ദർശനം എന്താ? 2 കൈവഴിയായി ഉണർവ് പൊട്ടിപ്പുറപ്പെട്ട് ഇന്ത്യയൊട്ടാകെ നിറയുന്ന ദർശനം. അതുപോലെ തന്നെ സിസ്റ്റർ അഞ്ജലി ഇപ്പോൾ വിളിച്ചു പറഞ്ഞു, 2007 വിളിച്ചു പറഞ്ഞു, കേരളത്തിന്റെ തെക്കൻ തീരങ്ങളിൽ നിന്ന് ഒരു ആത്മീയ ഉണർവ് പൊട്ടിപ്പുറപ്പെടുമെന്ന്. ഈ 3 കാര്യങ്ങളും വളരെ വ്യക്തമായി ഒന്ന് നമുക്ക് മുൻപിൽ വിളിച്ചു പറയുന്നു. നമ്മൾ ഒരു ആത്മീയ ഉണർവ് ഈ കേരളത്തിന്റെ തീരങ്ങളിൽ നിന്ന് ഉണ്ടാകുമെന്നുള്ള ആ സത്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി ദാഹത്തോടുകൂടെ നാം ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ ആത്മീയ ഉണർവ് കണ്ട് ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ, നമ്മുടെ വരും തലമുറകളിലേക്ക് കൈമാറാൻ കഴിയുന്ന നിലവാരത്തിൽ ആത്മീയ ഉണർവിന്റെ അവകാശികളായി മാറുവാൻ ദൈവകാര്യങ്ങളിലേക്ക് വിഷയത്തെ സമർപ്പിച്ചുകൊണ്ട് രവി പാസ്റ്റർ പ്രാർത്ഥിച്ചാണ്. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ സ്വർഗീയ നല്ല പിതാവേ, ഈ രാത്രിയിൽ കർത്താവിന്റെ സാന്നിധ്യത്തിന് മുൻപിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് വരുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം ഒരുക്കിയ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, അങ്ങയുടെ നിറഞ്ഞ സാന്നിധ്യം ഓരോ വ്യക്തിയുടെ മേലും പതിയപ്പെടട്ടെ അപ്പാ. ദൈവിക അഭിഷേകത്തിന് ശക്തി വ്യാപരിക്കപ്പെടട്ടെ കർത്താവേ. ഈ പറയപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങളെ കർത്താവിന്റെ കരങ്ങൾ തരുന്നപ്പാ. എന്റെ ദൈവം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവമേ, ജപിഭാഷണം ദൈവം കൊടുത്ത ആ വലിയ ആ ദർശനം ഇന്ന് ആളുകൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പ്രത്യാശ തീരദേശ മിഷൻ എന്ന ആ പ്രവർത്തനത്തിലൂടെ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ദൈവം അതിന്മേൽ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കർത്താവ് പാരമ്പര്യത്തിന്റെ കോട്ടകളെ തകർത്തുകൊണ്ട് കർത്താവ് ഇരുമ്പോടാനുകൂല കർണിച്ചു മാറ്റിക്കൊണ്ട് ദൈവത്തിന്റെ അത്ഭുതകരം കാണത്തക്ക നിലവാരത്തിൽ പരിശുദ്ധാത്മാവ് അങ്ങ് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. എല്ലാ പാരമ്പര്യ കെട്ടുകളും അടിയട്ടെ അപ്പ. പുനരുത്ഥാനത്തിന് ശക്തി ഇപ്പോൾ തന്നെ അതിന്മേൽ വെളിപ്പെടട്ടെ കർത്താവേ. ജനം വെടിവിക്കപ്പെടേണ്ടതിന് ആത്മശക്തിയുടെ വ്യാപാരം വെളിപ്പെടട്ടെ. ജനം ശക്തമായി പുറത്തു വരട്ടെ കർത്താവേ. ദൈവകൃപ വെളിപ്പെടട്ടെ കർത്താവേ. ദൈവിക അഭിഷേകം വെളിപ്പെടട്ടെ കർത്താവേ. അങ്ങ് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. ഓ റിബാന ധന റിബൽക്കനാഥ റീബലന്തനാഥ. ഒരു ഉണർവിന്റെ കാറ്റ് വീശട്ടെ അപ്പച്ച. ഒരു ഉണർവിന്റെ കാറ്റ് വെളിപ്പെടട്ടെ കർത്താവേ. അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ അങ്ങ് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു അപ്പ. അഞ്ചിലിപ്പോൾ കൂടെ വെളിപ്പെട്ട പ്രവചനം നിവർത്തീകരണം കാണുവാൻ തെക്കൻ ജില്ലയിൽ നിന്നൊരു ഉണർവ് പൊട്ടിപ്പുറപ്പെടുന്നുള്ള പ്രവചനം നാളുകൾ ഞങ്ങൾ കണ്ണുകൊണ്ട് കാണുവാൻ തക്കവണ്ണം, ഞങ്ങളുടെ ചെവി കൊണ്ട് കേൾക്കുവാൻ, ഞങ്ങൾ അനുഭവിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അത്ഭുതങ്ങൾ ചെയ്യുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് ആ കുഞ്ഞു കണ്ട ദർശനം, കർത്താവെ ദൈവം കൊടുത്ത ആ ദർശനം, കർത്താവെ തെക്കൻ ജില്ലയിൽ നിന്നൊരു ഉണർവ് പൊട്ടിപ്പുറപ്പെട്ട് അത് 2 കൈത്തോട് പോലെ ഇന്ത്യ ഒട്ടാകെ കടന്നു പിടിക്കുവാൻ തക്കവണ്ണം ദൈവം കണ്ടിരിക്കുന്ന ദർശനങ്ങൾ, ആ ദൈവ പ്രവർത്തികൾ കാണത്തക്ക നിലവാരത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കൃപയും സാന്നിധ്യം കൂടി ഇരിക്കണം യേശുവിന്റെ നാമത്തിൽ. അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഒരു ഉണർവ് പൊട്ടിപ്പുറപ്പെടട്ടെ അപ്പ. ദൈവകൃപ വെളിപ്പെടട്ടെ കർത്താവെ. എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. മാനവും മഹത്വവും അങ്ങെടുത്താട്ടെ. ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. വഴിയായി നമ്മുടെ പ്രാർത്ഥന കേട്ട ദൈവത്തെ നമുക്ക് അരമേർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. നമ്മുടെ തീരദേശ മേഖലകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ചും തൂത്തൂർ മുതൽ തമിഴ്നാടിന്റെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലുള്ള തൂത്തൂർ മുതലുള്ള മേഖലകളിൽ നടക്കുന്ന നമ്മുടെ ആത്മീയ സുവിശേഷ പ്രവർത്തനങ്ങൾ, പരസ്യയോഗങ്ങൾ, അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ നടക്കുന്ന പരസ്യയോഗങ്ങൾ, ചേർത്തല ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ നടക്കുന്ന പരസ്യയോഗങ്ങൾ, എറണാകുളം ജില്ലയിലെ വൈപ്പിനിൽ നടക്കുന്ന പരസ്യയോഗങ്ങൾ, അതുപോലെ തന്നെ കോട്ടയം വാഴൂരിൽ നടക്കുന്ന പരസ്യയോഗങ്ങൾ, ഇവയൊക്കെയും ഒരനുഗ്രഹമായി ദൈവനാമ മഹത്വത്തിന് അത് സാക്ഷ്യമായി തീരുവാൻ ഈ പ്രവർത്തനങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ശോഭ സിസ്റ്റർ പ്രാർത്ഥിച്ച. ശോഭ സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? മൈക്ക് വിട്ടോ. സ്തോത്രം 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 സ്തോത്രം. സ്വർഗസ്നായ ഞങ്ങളുടെ നല്ല വാഴ്ത്തപ്പെട്ട കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ, ഇന്ന് രാത്രികാല ദൈവത്തിന്റെ സന്നിധി മുമ്പാകെ ഞങ്ങളെ കർത്താവേ എളിയവരായി ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരികയാണ് കർത്താവേ. ഞങ്ങളുടെ ഭക്തൻ പറയപ്പെട്ട വിഷയങ്ങൾക്കായി ഇന്ന് രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. തമിഴ്നാട് ദേശങ്ങളിലൊക്കെ, തൂത്തുരു ദേശങ്ങളിലൊക്കെ, ആ കന്യാകുമാരി ദേശങ്ങളൊക്കെ നടക്കുന്ന പരസ്യയോഗങ്ങൾ കർത്താവേ സ്തോത്ര ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. അപ്പാ ഇന്ന് രാത്രികാലം വലിയൊരു ഉണർവ് ആ ദേശങ്ങളിൽ വെളിപ്പെടട്ടെ കർത്താവേ. ആമേ. ജനമന്ധകാരത്തിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് കർത്താവ് വിടിവിക്കപ്പെടട്ടെ കർത്താവ്. ഇന്ന് രാത്രികാലം ജനത്തിന്റെ ആത്മീയ കണ്ണുകൾ തുറന്നുകൊണ്ട് കർത്താവേ ദൈവമുഖത്തേക്ക് നോക്കുവാൻ ജനത്തെ ദൈവം ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് കർത്താവേ സ്തോത്ര നടക്കുന്ന പരസ്യയോഗങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാളുകളില് അത് കർത്താവ് തടസ്സപ്പെട്ട് നിൽക്കുമ്പോൾ കർത്താവ് ഇന്ന് രാത്രികാലം പിന്നെ അതിന്റെ ഹല്ലേലൂയ പ്രവർത്തനങ്ങളെ ആരംഭിപ്പാൻ അതിന് വേണ്ടുന്നതായ എല്ലാ സജ്ജീകരണങ്ങൾ ചെയ്തുകൊണ്ട് കർത്താവേ സ്തോത്രന്റെ ഭക്തന്മാരെ ഇതിനായി ഒരുക്കി കർത്താവെ ദേശങ്ങളുടെ ഉണർവ് വ്യാപരിക്കപ്പെടട്ടെ കർത്താവേ. അപ്പാ സ്തോത്രം ചെയ്യുന്ന കർത്താവേ സ്തോത്ര. വിളിച്ച ദൈവം വിശ്വസ്തൻ, വഴിയിൽ വിട്ടേച്ചു പോകാത്ത ദൈവ ഈ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഏൽപ്പിക്കപ്പെട്ട ഭക്തന്മാരെ ഓർത്ത് സ്തോത്ര. അവിടെ ഭക്തന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ അവന്റെ പ്രവൃത്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന്റെ എല്ലാ തടസ്സങ്ങളെ വെല്ലുവിളികളെ യേശുവിന്റെ നാമത്തില് നീങ്ങിപ്പോകുവാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓ ഇന്ന് രാത്രി കാലം കർത്താവ് കോട്ടയം ജില്ലയില് ആലപ്പുഴ കർത്താവേ സ്തോത്ര ഹല്ലേലൂയ ആമേൻ കർത്താവേ സ്തോത്ര എറണാകുളം ജില്ലകളിലൊക്കെ നടക്കുന്ന സകല പരസ്യയോഗങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പൊ ഈ നാളുകളിൽ ആത്മാക്കൾ വിടുവിക്കപ്പെടട്ടെ കർത്താവേ. അതാത് ദേശങ്ങൾ വലിയ ഉണർവ് വ്യാപരിക്കപ്പെടട്ടെ കർത്താവേ. ആമേൻ കർത്താവേ. ജനം ഉണരട്ടെ, ജനം ഉണരട്ടെ, ജനം ദൈവത്തെ അന്വേഷിക്കട്ടെ. ഇതന്ത്യകാല കർത്താവ് ജനം ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ, ദൈവരാജ്യത്തിലേക്ക് കടന്നു വരുവാൻ ജനത്തെ ദൈവം ഒരുക്കുമാറാകണമേ. സത്യസുവിശേഷം മറഞ്ഞിരിപ്പാൻ അനുവദിക്കരുതേ കർത്താവേ സ്തോത്ര. ആദ്യം ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിപ്പാൻ ദൈവത്തിന് സ്തോത്ര ദൈവടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന്റെ എല്ലാ പ്രവർത്തന മേഖലകളെ ദൈവാത്മാവ് അനുഗ്രഹിക്കുമാറാകണമേ. അതിന് ചുക്കാൻ പിടിക്കുന്ന ദൈവത്തിന്റെ ഭക്തനായി കുടുംബത്തിനായി സ്തോത്ര കർത്താവ് അനുഗ്രഹിക്കേണ്ട ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പൊ ഇതിന് ഒരുമനപ്പെട്ട ഐക്യതയോടെ ആമേ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് സകലതും പൊതുവെന്ന് എണ്ണിക്കൊണ്ട് കർത്താവേ സ്തോത്ര സ്തോത്രം ഒരുമിച്ച് സഭകൾ കൂടി വന്ന് ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ കർത്താവേ അവിടെ നിലയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓ ഇന്ന് രാത്രികാലം പരസ്യയോഗങ്ങൾ തടസ്സപ്പെട്ടു പോകലപ്പച്ച, പ്രാർത്ഥനകൾ തടസ്സപ്പെട്ടു പോകരുത് കർത്താവേ. ഇതൊക്കെ ഒരു വലിയ ഉണർവിലേക്ക്, വലിയ ദൈവിക പ്രവർത്തനങ്ങളിലേക്ക് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി അവിടുന്ന് പ്രവർത്തിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. രാത്രികാല സമസ്തവും ഏൽപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ.
ആമേൻ, ആമേൻ. പുത്രൻ വഴിയായി നമ്മുടെ പ്രാർത്ഥന കേട്ട ദൈവത്തെ നമുക്ക് കരമുയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 സ്തോത്രം. സോണി ബ്രദർ ഒരു പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയ സോണി ബ്രദർ. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമം അത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമം അത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ല ഇനി. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ല ഇനി. ബുദ്ധിക്കതീതമാം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. ബുദ്ധിക്കതീതമാം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. സാത്താന്റെ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. സാത്താന്റെ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതമം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. ബുദ്ധിക്കതീതമം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമാം അത്യത്ഭുതങ്ങള എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമാം അത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം. ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. നടക്കുന്ന നൈറ്റ് പ്രെയറിനെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. തിരുവനന്തപുരത്ത് നടക്കുന്ന നൈറ്റ് പ്രെയർ, അതുപോലെ തന്നെ നമ്മുടെ ചേർത്തലയും എറണാകുളത്തും കോട്ടയത്ത് നടക്കുന്ന 4 നൈറ്റ് പ്രെയറുകളും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ നൈറ്റ് പ്രെയറുകളൊക്കെ ഒരു അനുഗ്രഹമായി തീരുവാൻ, പ്രത്യേകിച്ചും മുന്നോട്ടുള്ള ആത്മീയാത്രകളിൽ ഐക്യത്തിന്റെയും അതുപോലെ തന്നെ അടിസ്ഥാനം ഉറപ്പിക്കുന്നതിന്റെയും ആത്മീയ ഭൗതിക മണ്ഡലങ്ങൾ വെളിപ്പെടുവാൻ ദൈവകരങ്ങളിലേക്ക് വിഷയത്തെ സമർപ്പിച്ചുകൊണ്ട് ശശിപാസ് പ്രാർത്ഥിച്ച. കർത്താവെ, നന്ദിയോട് സ്തുതിക്കുന്നു, നന്ദിയോട് വാഴ്ത്തുന്നു, നന്ദിയോട് മഹത്വപ്പെടുത്തുന്ന കർത്താവെ, സ്തോത്രം. ഹല്ലേലൂയ. രാത്രികാലം ദൈവമേ, അങ്ങിൽ വീണ്ടും ആശ്രയിക്കുന്നു. അങ്ങയുടെ ദാസന്മാരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം. ഞങ്ങൾ ഒരു മനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ നൈറ്റ് പ്രെയറുകൾ കർത്താവെ തിരുവനന്തപുരത്ത് കർത്താവെ നടത്തുന്ന നൈറ്റ് പ്രെയറിനെ ഏൽപ്പിക്കുന്നു. ആലപ്പുഴയാകട്ടെ, കോട്ടയമാകട്ടെ, എറണാകുളം, വൈപ്പിൻ എല്ലാ നൈറ്റ് പ്രെയറുകളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആത്മാർത്ഥതയോടെ, ഐക്യതയോടെ അങ്ങയുടെ ദാസന്മാർ കൂടി വന്ന് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ സഭയുടെ സദീർഘ പ്രാർത്ഥന വളരെ ഫലിക്കും എന്നരുളി ചെയ്ത വചനപ്രകാരം ആ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദൈവം
ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. മനുഷ്യന് ഉറക്കമുണ്ട്, മയക്കമുണ്ട്, ക്ഷീണമുണ്ട്, ബലഹീനതയുണ്ട്. എന്നാൽ ബലം പ്രാപിച്ച് കർത്താവെ ശക്തിയോടെ ഹല്ലേലൂയ സർവജ്ഞാനത്തിന്റെ ഉടയവനായി സർവ്വലോകവും നിറഞ്ഞു നിൽക്കുന്ന ദൈവം, ഉറങ്ങാതെയും മയങ്ങാതെയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമായിരിക്കാൻ നന്ദിയോട് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അതുകൊണ്ട് ഈ നടക്കുന്ന എല്ലാ നൈറ്റ് പ്രേയറുകളിലും വലിയ ദൈവപ്രവൃത്തി ഞങ്ങൾക്ക് കാണുവാൻ കർത്താവ് കൃപ ചെയ്യണം. വലിയ വിടുതൽ കാണുവാൻ കൃപ ചെയ്യണം. എല്ലാ ശുശ്രൂഷകൾക്കും എല്ലാ പ്രവർത്തനങ്ങൾക്കും കർത്താവെ നൈറ്റ് പ്രേയർ ഒരു അനുഗ്രഹമാക്കി നന്മയാക്കി ജയകരമാക്കി തീർക്കണം. എല്ലാവരും ആത്മീയ കൃപകളാൽ നിറയണം. എല്ലാവരും ഭൗതിക നന്മകളാൽ നിറയണം. കർത്താവെ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും അന്യായ ബന്ധനങ്ങളും അഴിയുന്നതായി തീരുവാൻ ദൈവം കൃപ ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നൈറ്റ് പ്രേയറിൽ കൂടെ കർത്താവെ എല്ലാ കർത്താവെ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ. ഉണർവിന്റെ അത്യന്ത ശക്തി വെളിപ്പെടുവാനും കാരണമായി തീരണമേ. എല്ലാ ദർശനവും വെളിപ്പാടും അരുളപ്പാടും ഒക്കെ നിറവേറ്റിക്കൊണ്ട് സന്തോഷിക്കുവാൻ തക്കവണ്ണം നൈറ്റ് പ്രേയറിനെ ദൈവാത്മാവ് ഏറ്റെടുത്ത് ആത്മാക്കളെ കൊണ്ട് ഓരോ സ്ഥലത്തും നിറച്ച് മഹത്വത്തിലേക്ക് നടത്തണം. അതിനുവേണ്ടി നേതൃത്വം നൽകുന്ന JP പാസ്റ്ററും കുടുംബത്തെയും ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. സകല വിഷയങ്ങളുടെ മേലും വലിയ ദൈവപ്രവൃത്തി, വലിയ വിടുതൽ കണ്ട് സന്തോഷിക്കുവാൻ കർത്താവെ അത്ഭുതം പ്രവർത്തിച്ച് അനുഗ്രഹിക്കും. എല്ലാ വിഷയങ്ങളെ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. എല്ലാ അനുഗ്രഹമാക്കി യേശുവിന്റെ നാമത്തിൽ തീർത്തുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആമേൻ. പുത്രൻ വഴിയാ നമ്മുടെ പ്രാർത്ഥന കേട്ട ദൈവത്തെ നമുക്ക് അറിവേർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 സ്തോത്രം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സോണി ബ്രദർ പ്രാർത്ഥിക്കണേ. നമുക്ക് തീരദേശ മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വാഹനം വേണം. അതുപോലെ തന്നെ അതിന്റെ സ്പീക്കറുകൾ വേണം. രണ്ടാമത് നമുക്കൊരു സെല്ല് ഈ വർഷം തന്നെ വാങ്ങിയെടുക്കണം. അതിനുവേണ്ടിയൊക്കെ നമുക്ക് സാമ്പത്തിക ഉറവുകൾ തുറന്നു കിട്ടണം. നമ്മുടെ ഇപ്പോഴുള്ള പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാമ്പത്തികം നമുക്ക് ആവശ്യമാണ്. അതിനുള്ള മുഖാന്തരങ്ങൾ ദൈവം തുറന്നു തരുവാൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച സോണി ബ്രദർ പ്രാർത്ഥിച്ചാൽ മൈക്ക് മ്യൂട്ട്. ഒരു വിഷയം, രണ്ടാമത്തെ വിഷയം എന്താണ്? സെല്ല്, നമുക്ക് സെല്ല് വേണം. നമ്മുടെ സെമിട്രിയുടെ കോമൺ സെമിട്രി. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ വാഗ്ദത്ത പ്രകാരമാണ്, ഞങ്ങളുടെ ദർശന പ്രകാരമാണ് കർത്താവെ, അങ്ങയുടെ വിലയ്ക്കായി കർത്താവെ ഞങ്ങൾ ഒത്തൊരുമിച്ച് പിതാവെ ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന നാഥ. ഹല്ലേലൂയ കർത്താവെ, ഞങ്ങൾക്ക് പരസ്യയോഗം ചെയ്യുവാനായിട്ട് കർത്താവെ ഹല്ലേലൂയ വാഹനം വേണം കർത്താവെ, സൗണ്ട് സിസ്റ്റം വേണം കർത്താവെ, മൈക്കുകൾ വേണം കർത്താവെ. ഹല്ലേലൂയ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങയുടെ വേല ചെയ്യുവാൻ തക്കവണ്ണം കർത്താവെ അടിയങ്ങൾ ഒരുങ്ങി നിൽക്കുന്ന കർത്താവെ, അതിനു വേണ്ടിയുള്ള പിതാവെ സാമ്പത്തിക നന്മകൾ അങ്ങ് സ്വർഗത്തിൽ നിന്ന് തുറന്ന പിതാവെ ഹല്ലേലൂയ, സ്വർഗീയ ഭണ്ഡാരം തുറന്ന് ആകാശത്തിലെ കിളിവാതിൽ തുറന്ന കർത്താവെ, ഞങ്ങൾക്ക് പിതാവെ തന്ന പിതാവെ ഉപകരണങ്ങൾ എടുക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ നാഥാ. സ്തോത്രം, സ്തോത്രം. കർത്താവെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, വിഷയത്തിന്റെ മേൽ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം തൊടുമാറാകണമേ. രാജാക്കന്മാരുടെ ഹൃദയത്തെ അങ്ങ് നീർത്തോടാക്കി തരണമേ നാഥാ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവെ ഹല്ലേലൂയ, ഞങ്ങൾക്ക് പിതാവെ ഹല്ലേലൂയ ഒരു സെമിട്രിക്ക് വേണ്ടി പിതാവെ ഞങ്ങളുടെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവെ. ആ സെമിട്രി വാങ്ങുവാൻ തക്കവണ്ണം കർത്താവെ അതിനു വേണ്ടിയുള്ള വഴികളും കർത്താവെ അങ്ങ് തുറന്നു തന്ന കർത്താവെ, അങ്ങയുടെ ഹിതമാണെങ്കിൽ അങ്ങ് തുറന്നു തന്ന കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കുമാറണമേ അപ്പ. ഈ രണ്ട് വിഷയത്തിന്റെ മേലും ദൈവത്തിന്റെ അത്ഭുതകരം നീട്ടി പ്രവർത്തിക്കണമേ കർത്താവെ. അങ്ങ് പ്രവർത്തിച്ചതിനായി സ്തോത്രം, അങ്ങ് അത്ഭുതം പ്രവർത്തിച്ചതിനായി സ്തോത്രം, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകല മാനവ മഹത്വവും സ്വർഗീയപ്പച്ചന് യേശുക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ കൃപ ഉണ്ടായി കേൾക്കണമേ. സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. പുത്രൻ വഴിയാ നമ്മുടെ പ്രാർത്ഥന കേട്ട ദൈവത്തെ നമുക്ക് അറിവേർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 സ്തോത്രം. അച്ചുമോള ഒരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. മോളെ മയക്കും വേണം. മൈക്ക് ഓണായില്ല, മൈക്ക് ഓണായില്ല മോളെ. ഓക്കെ, ഓക്കെ.
കാന്തനെ കാണുവാൻ അത്തി വളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കാന്തനെ കാണുവാൻ അത്തി വളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കണ്ടാലും വേഗം ഞാൻ വന്നിടാമെന്നുര, കണ്ടാലും വേഗം ഞാൻ വന്നിടാമെന്നുര, ചെയ്ത പ്രിയൻ വരും നിശ്ചയം, ചെയ്ത പ്രിയൻ വരും നിശ്ചയം. പാഴ്മരുഭൂമിയിൽ ക്ലേശം സഹിക്കുകിൽ, നിത്യതുറമുഖത്തെത്തും ഞാൻ. പാഴ്മരുഭൂമിയിൽ ക്ലേശം സഹിക്കുകിൽ, നിത്യതുറമുഖത്തെത്തും ഞാൻ. വിശ്രമിച്ചിടും ഞാൻ സ്വർഗ കൊട്ടാരത്തിൽ, വിശ്രമിച്ചിടും ഞാൻ സ്വർഗ കൊട്ടാരത്തിൽ, നിസ്തുല്യമായ പ്രതാപത്തിൽ, നിസ്തുല്യമായ പ്രതാപത്തിൽ. കാന്തനെ കാണുവാൻ അത്തി വളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കാന്തനെ കാണുവാൻ അത്തി വളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. തമ്മിൽ തമ്മിൽ കാണും ശുദ്ധന്മാർ വാനത്തിൽ, കോടാകോടി ഗണം തേജസ്സിൽ. തമ്മിൽ തമ്മിൽ കാണും ശുദ്ധന്മാർ വാനത്തിൽ, കോടാകോടി ഗണം തേജസ്സിൽ. സർവാംഗ സുന്ദരൻ ആകുമെൻ പ്രിയനെ, സർവാംഗ സുന്ദരൻ ആകുമെൻ പ്രിയനെ, കാണാമതിൻ മധ്യേഴയും, കാണാമതിൻ മധ്യേഴയും. കാന്തനെ കാണുവാൻ അത്തി വളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കാന്തനെ കാണുവാൻ അത്തി വളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. ലോർഡ്, നമുക്ക് വീണ്ടും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രവി പാസ്റ്റർ പ്രാർത്ഥിക്കണം. നമ്മുടെ തീരദേശ മിഷനിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും, ഇപ്പോ വന്നിരിക്കുന്ന ഓരോ വ്യക്തികളെയും, പ്രത്യേകിച്ചും അച്ചുമോളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ വരും നാളുകളിൽ അവൾ ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്ന ഈ സമയങ്ങൾ അവളുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹമായി, അവരുടെ ഭാവിക്ക് ഒരു അനുഗ്രഹമായി, ഭവനത്തിന് ഒരു അനുഗ്രഹമായി തീരുവാൻ ദൈവകരങ്ങളിലേക്ക് വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിച്ച എല്ലാ ദൈവദാസന്മാരെയും, അതുപോലെ തന്നെ അച്ചുമോളെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിച്ച മയക്കുമുട്ട. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ സ്വർഗീയ നല്ല പിതാവേ, ഈ പറയപ്പെട്ട പ്രാർത്ഥന ആവശ്യം അങ്ങയുടെ കരങ്ങൾ തരുന്നു. അപ്പം ഞങ്ങൾ ചുരുക്കം പേരായിട്ട് കർത്താവിന്റെ സ്ഥലം അടുത്ത് വരുന്നു. കർത്താവേ, അപ്പാ 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവരുടെ മധ്യത്തിൽ ഞാൻ വരാമെന്ന് അരുളി ചെയ്ത കർത്താവ് ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി സ്തോത്രം ചെയ്യുന്നപ്പാം. ഞങ്ങൾക്കൊരു ബലമുണ്ട് കർത്താവേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിനും പരിഹാരം വരുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ടപ്പാ. ആ ഉറപ്പിന്മേൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ്, ചുരുക്കം പേരായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ എൻ്റെ ദൈവം മറുപടി തരാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കഴിഞ്ഞ നാളുകളൊക്കെയും പ്രാർത്ഥിച്ചത് വലിയ അനുഗ്രഹമായി മാറുവാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. സ്വാഭാസ കുടുംബമായി കർത്താവിന്റെ കയ്യിൽ തരുന്നു. അച്ഛനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ മകൾക്ക് കർത്താവേ, അങ്ങയുടെ നിറഞ്ഞ സാന്നിധ്യം തന്നോട് കൂടെ ഇരിക്കണം. അവിടെ ഭാവി ജീവിതം വലിയൊരു അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഭാവിയെ തെളിക്കുവാൻ അങ്ങേക്ക് കഴിയത്തുള്ളൂ അപ്പാ. ഭാവിയുടെ മണ്ഡലം ഓപ്പൺ ചെയ്യുവാൻ അങ്ങേക്ക് കഴിയത്തുള്ളൂ കർത്താവേ. തന്റെ മുമ്പിൽ നിൽക്കുന്ന എല്ലാ പ്രതികൂലങ്ങളെയും അങ്ങ് അഴിച്ചു മാറ്റണം കർത്താവ്.
കർത്താവെ അപ്പ മുൻപോട്ട് ചലിക്കാൻ പറ്റാതിരിക്കുന്ന അനുഭവം കർത്താവിന്റെ കര ഇപ്പോൾ തന്നെ വെളിപ്പെടട്ടെ. യഹൂദന്മാരെ പേടിച്ച് ശിഷ്യന്മാർ വാതിലടച്ച് കർത്താവെ വാതിലടച്ച് ഉള്ളിലിരുന്നു. അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാതെ വണ്ണം കർത്താവ് എന്തിച്ചൊന്നറിയാതെ വണ്ണം ഞെരുങ്ങിയ അവസ്ഥകൾ, കർത്താവെ ഭയം തങ്ങളെ വല്ലാതെ മൂടിയ അവസ്ഥകൾ, പുറത്തിറങ്ങാൻ പറ്റാതെ ഇരുന്ന അനുഭവത്തിനകത്ത് എൻ്റെ കർത്താവ് അവരുടെ മുമ്പിൽ പ്രത്യക്ഷമായി. എൻ്റെ കർത്താവ് ആ ഭയത്തിൽ നിന്നും പുറത്തെടുത്തു. എൻ്റെ ദൈവം അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തി പുറത്തെടുത്തല്ല കർത്താവെ. ഈ നാളുകളിൽ ഈ പ്രിയ മകൾക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പുറത്തെടുക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ അത്ഭുത കരം വെളിപ്പെടട്ടെ കർത്താവ്. യഹൂദന്മാരെ ഭയപ്പെട്ടവരുടെ മുമ്പിൽ ധൈര്യത്തോടെ വചനം സംസാരിപ്പാൻ കർത്താവ് അങ്ങ് ശക്തീകരിച്ചു ബലപ്പെടുത്തതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഒരു എൻകൗണ്ടർ തന്റെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ അപ്പാം. ഒരു എൻകൗണ്ടർ വെളിപ്പെടട്ടെ കർത്താവെ. 38 വർഷം കുളക്കടവിൽ കിടന്നവന്റെ ജീവിതത്തിൽ എൻകൗണ്ടർ വെളിപ്പെട്ടതുപോലെ കർത്താവ് പ്രിയ മകളുടെ ജീവിതത്തിൽ എൻകൗണ്ടർ വെളിപ്പെടുവാൻ പാപിക്ക് വിരുദ്ധമായി നിൽക്കുന്ന എല്ലാ ഇരുട്ടിന്റെ സ്വാധീനങ്ങളെയും സ്വർഗത്തിനും ഭൂമിക്കും അധികാരസ്ഥനായ നസറായ യേശുവിന്റെ നാമത്തിൽ ബ്ലോക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി കർത്താവെ എൻ്റെ ദൈവമേ സ്വഭാവ തരുന്നു അപ്പച്ച. ദൈവത്തിന്റെ വലിയ അത്ഭുതകരം കാണണം. നാളുകൾ തന്നോടുള്ള വാഴ്ത്തതുകളെല്ലാം നിറവേറുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഒരു അത്ഭുതം കാണുവാൻ ദൈവ സഹായിക്കണം. ദൈവിക സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. ദൈവിക നിറവ് കൊണ്ട് നിറയ്ക്കണം. അങ്ങ് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അപ്പൊ അങ്ങയുടെ കരം വെളിപ്പെടണം. ക്രിസ്റ്റി സിസ്റ്റർ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരം വെളിപ്പെടട്ടെ അപ്പ. കർത്താവ് ഇടപെടണം അപ്പച്ച. തന്റെ ആവശ്യത്തിന് മേലെല്ലാം ദൈവം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആൾ മൈറ്റി ലോർഡ് യേശുവിന്റെ നാമത്തിൽ അങ്ങ് പ്രവർത്തിക്കണം അപ്പ. അങ്ങയുടെ കൃപ വെളിപ്പെടുത്തണം. ശക്തമായി പരിശുദ്ധാത്മാവ് തന്നെ ഉപയോഗിക്കണം. തന്റെ ശുശ്രൂഷകളെല്ലാം വലിയ അനുഗ്രഹമാക്കി അങ്ങ് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവിന്റെ മുഖത്ത് നോക്കി ഇറങ്ങി തിരിച്ചു എങ്കിൽ അതൊരു കർത്താവ് മാന്യപാത്രമായി മാറുവാൻ, കർത്താവ് തന്റെ ശുശ്രൂഷകൾ വലിയ അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. സോണി ഭവന കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവ പ്രവർത്തികൾ കാണണം. വലിയ ദൈവകൃപ കാണണം. തന്റെ സാമ്പത്തിക ഞെരുക്കങ്ങളെല്ലാം എടുത്തു മാറ്റി സാമ്പത്തിക മണ്ഡലങ്ങളെ ദൈവം തുറന്നു കൊടുക്കണം. ശുശ്രൂഷയുടെ വാതിൽ തുറന്നു കൊടുക്കണം. ശുശ്രൂഷിച്ച് ബലപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് സഹായിക്കണം. ദൈവഹിതം തന്റെ മേൽ നിവർത്തിയാകുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. സാമ്പത്തിക മണ്ഡലങ്ങളെ തുറക്കണം അപ്പച്ച. എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. ദൈവഹിതം തന്റെ മേൽ വെളിപ്പെടട്ടെ. ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഏറിയ ദൈവ കൃപയാലങ്ങ് നിറയ്ക്കപ്പം. ആൾ മൈറ്റിയിലോട് യേശുവിന്റെ നാമത്തിൽ കർത്താവ് ശശിപാർശ്വ കുടുംബമായി തരുന്നപ്പം അവിടെ ദാസന്റെ മേൽ ദൈവശക്തി വെളിപ്പെടട്ടെ. ദൈവകൃപ വെളിപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു അത്ഭുതന്റെ ദൈവം ചെയ്യണം അപ്പം. കർത്താവിന്റെ കരം തന്റെ മേൽ വെളിപ്പെടണം. കൊടുത്തിരിക്കുന്ന വിശ്വാസത്തിനായി സ്തോത്രം. കൊടുത്തിരിക്കുന്ന ശുശ്രൂഷകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ മഹത്വം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അലോഷിയെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആ ദൈവദാസന്റെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെടണം അപ്പം. ദൈവമാളെ ബന്ധം വർദ്ധിക്കുവാൻ കർത്താവ് ഈ നാളുകൾ ശക്തമായി പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്റ്റീവൻ ഭാഷ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപയും സാന്നിധ്യം വരുവാൻ കൂടെ ഇരിക്കണം. തന്റെ ശുശ്രൂഷകളെല്ലാം വലിയ അനുഗ്രഹമാക്കി അങ്ങ് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവശക്തിയാൽ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ സജിദേവനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ മകന്റെ കർത്താവ് ശരീരത്തിന്മേൽ ദൈവശക്തി വ്യാപരിക്കപ്പെടണം. ദൈവകൃപ വെളിപ്പെടണം. എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റണം. അഭിഷേകത്തിന്റെ ശക്തിയാലങ്ങ് നിറയ്ക്കണം. നാളുകൾ ശക്തമായി പുറത്തെടുക്കണം അപ്പച്ച. കർത്താവ് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇടപെടുന്നതിനായി സ്തോത്രം. സഹദേവൻ ഭാഷ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ തന്നെ തന്റെ മേൽ വെളിപ്പെടണം. കൃപയും സാന്നിധ്യം കൂടി ഇരിക്കണം. കർത്താവെ ശുശ്രൂഷയിൽ ശക്തമായി പുറത്തെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാജൻ ഭാഷ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ശക്തിയാൽ നിറയ്ക്കണം. നാളുകൾ ശുശ്രൂഷയെല്ലാം വലിയ അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സജി പാസ്റ്റർ ടീമിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
അപ്പ അവിടെ എല്ലാം വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടണം കർത്താവ്. നാളുകൾ ശക്തമായവരെല്ലാം ഉപയോഗിക്കണം. തീരദേശ മിഷനോട് ചേർന്ന് നിന്നുകൊണ്ട് അനേകർക്ക് ഒരു അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം കർത്താവ് ദേശത്തിന്റെ വിടുതലിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഒരു കുടുംബമായി എന്റെ ദൈവം ഒരുക്കണം. ആ ടീമിൽ എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശക്തിയാൽ നിറയ്ക്കണം, കൃപ കൂടി ഇരിക്കണം, സാന്നിധ്യം കൂടി ഇരിക്കണം കർത്താവേ. അപ്പൊ ഹാൽ എഡിസൺ ഭാഷ കുടുംബത്തെ തരുന്നു. ആ സഭയിലുള്ള എല്ലാ ദൈവമക്കളെ ഏൽപ്പിക്കുന്നു. ദൈവം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ശക്തമായി പരിശുദ്ധാത്മാ പുറത്തെടുക്കണം. ദൈവഹിതത്തിൽ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് സഹായിക്കണം അപ്പച്ച. എന്റെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. അത് ഭാഷ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അവിടെ വെളിപ്പെടണം, വലിയ കൃപ വെളിപ്പെടണം. നാളുകൾ ഇതിന് വേണ്ടത് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടണം. പരിശുദ്ധാത്മാവെ, വിട്ടുപോയ വ്യക്തികളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവത്തിന്റെ ശക്തി വെളിപ്പെടണം, ദൈവത്തിന്റെ കൃപ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജോൺ പീറ്റർ ഭാഷ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി വെളിപ്പെടട്ടെ, ദൈവകൃപ വെളിപ്പെടട്ടെ, ദൈവിക അഭിഷേകം തലങ്ങ് നിറയ്ക്കണം അപ്പച്ച. തന്റെ ശുശ്രൂഷകളെല്ലാം വലിയ അനുഗ്രഹമായി മാറണം. പ്രത്യേകിച്ച് തീരദേശ മിഷനുമായി കർത്താവ് താൻ മുൻപോട്ട് പോകുമ്പോൾ അതിനു വേണ്ട സാമ്പത്തിക മണ്ഡലങ്ങൾ തുറക്കപ്പെടണം, ദൈവകൃപ വെളിപ്പെടണം, തലമുറകൾ മാനിക്കപ്പെടണം. അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റണം അപ്പ, പ്രതികൂലങ്ങളെ അഴിച്ചു മാറ്റണം യേശുവിന്റെ നാമത്തിൽ. കർത്താവ് പ്രവർത്തിച്ചേ മതിയാകും. എന്റെ ദൈവം മാനിക്കണം. നാളുകൾ കർത്താവെ എല്ലാ ഭാരങ്ങളും നിരാശകളും വേദനകളും എടുത്തു മാറ്റി എന്റെ ദൈവം വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ അങ്ങ് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കരം വെളിപ്പെടണം. അടുത്ത ആഴ്ചകൾ കർത്താവ് എല്ലാവരും ഇതിനകത്ത് കടന്നു വരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. അടിയനെ കുടുംബമായി തരുന്നു. ദൈവത്തിന്റെ വലിയ കൃപയും സാന്നിധ്യം വരുവാൻ കൂടെ ഇരിക്കണം കർത്താവ്. ഈ ശുശ്രൂഷയുടെ മണ്ഡലങ്ങൾ ഓപ്പൺ ചെയ്യണം അപ്പ. ശുശ്രൂഷയെ പകരണം, ദൈവശക്തിയെ പകരണം. അങ്ങ് ഞങ്ങളെ ഉപയോഗിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സാന്നിധ്യം കൂടി ഇരിക്കണം. വിട്ടുപോയതെല്ലാം പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അതിന്മേൽ അങ്ങ് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കൃപ കൂടി ഇരിക്കണം, സാന്നിധ്യം കൂടി ഇരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. മാനവും മഹത്വം അങ്ങെടുത്താകട്ടെ. ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. പുത്രൻ വഴിയായ നമ്മുടെ പ്രാർത്ഥന കേട്ട ദൈവത്തെ നമുക്ക് കരമുയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 സ്തോത്രം. പ്രത്യേകിച്ച് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഈ വർഷം നമുക്ക് പ്രത്യാശ തീരദേശ മിഷന്റെ ചർച്ചകൾ നമുക്ക് ആരംഭിക്കണം. നമ്മൾ അത് ചിന്തിക്കുമ്പോൾ തന്നെ പല രീതിയിലുള്ള വിഷയങ്ങളുണ്ടായി ആ മേഖലകളിൽ നിന്നും ദൈവം നമ്മളെ വിടുവിച്ചു കൊണ്ടുവരുന്നു. 1-2 സ്ഥലങ്ങളിൽ നമ്മൾ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചുവെങ്കിലും അത് പൂർത്തീകരിക്കപ്പെടാൻ അനുവദിക്കാതെ ദൈവാത്മാവ് തടയുമ്പോൾ ദൈവത്തിന്റെ ഹിതമുള്ള മേഖലകളിൽ ആ പ്രവർത്തനം ആരംഭിക്കുവാൻ അത് ഈ നാളുകളിൽ സ്വർഗം നമുക്ക് കാണിച്ചു തരണം. നമ്മൾ ആരംഭിക്കുന്നത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ്. ഇവിടെ ഒരു മനുഷ്യനും വലിയവെന്ന് കാണിക്കാനല്ല. അതുകൊണ്ട് ആ ചർച്ചകളുടെ പ്രവർത്തനങ്ങളൊക്കെ ദൈവഹിതപ്രകാരം നടന്നു വരുവാൻ മുന്നോട്ടുള്ള നാളുകളിലൊക്കെയും എല്ലാ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക ഉറവുകൾ സ്വർഗം വിശാലമായി തുറന്നു വരുവാൻ തടസ്സങ്ങളും പ്രതിസന്ധികളും കൊണ്ടുവരുന്ന മേഖലകൾ നമ്മുടെ മുൻപിൽ നിന്ന് മാറിപ്പോകുവാൻ കൂടെ നിൽക്കുന്നവരൊക്കെയും ആ സമൃദ്ധിയുടെ അവകാശികളായി വിശാലതയിലേക്ക് കടന്നു വരുവാൻ ദൈവകരങ്ങളിലേക്ക് ഈ വിഷയത്തെ സമർപ്പിച്ചുകൊണ്ട് സജിത പാസ്റ്റർ പ്രാർത്ഥിച്ചാണ്. സജിത പാസ്റ്റർ കേൾക്കുന്നുണ്ടോ? പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പരിശുദ്ധ പിതാവേ, നിത്യനായ ദൈവമേ, ഞങ്ങൾക്ക് നൽകി തന്നതായ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അപ്പൊ അവിടുത്തെ സാന്നിധ്യം ഇത്രയും സമയം ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഉലാവിക്കൊണ്ടിരുന്ന നല്ല കൃപകളെ ഓർത്ത് ഞങ്ങൾ എന്നെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ കർത്താവേ, ഞങ്ങളുടെ ദാസൻ പറഞ്ഞ വിഷയത്തെ അവിടുത്തെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. താവ്യ വിഷയങ്ങളുടെ മേലെല്ലാം അസാധാരണമായ ഒരു ദൈവ പ്രവൃത്തി ചലിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്താൽ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം കർത്താവേ, ഞങ്ങൾക്ക് നൽകി തന്ന സകല ചർച്ചകൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ചർച്ചകളുടെ മേലെല്ലാം അസാധാരണമായ ഒരു ദൈവ പ്രവൃത്തി ദിവസങ്ങളിൽ വെളിപ്പെടുവാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ തീരദേശ പ്രദേശങ്ങളിലെല്ലാം അസാധാരണമായ ദൈവിക പ്രവർത്തനം, പരിവർത്തനം വ്യക്തികളിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീരദേശ പ്രദേശത്ത് തന്നെ കർത്താവെ അനേക ബ്രാഞ്ച് ചർച്ചുകൾ കർത്താവെ തുടങ്ങുവാൻ തക്കവണ്ണം ദൈവാത്മാവ്
പരിശുദ്ധാത്മാവെ അവിടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ പ്രദേശങ്ങളിലും കർത്താവെ ഓരോ ചർച്ചകൾ തുടങ്ങുവാനും അനേക ആത്മാക്കൾ കടന്നു വരുവാനും എല്ലാം ദൈവമേ അവിടുന്ന് സഹായിക്കണമേ. ദൈവദാസന് ദൈവം കൊടുത്തതായ ദർശനങ്ങളെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ വിഷനിലും ദർശനത്തിലെല്ലാം ഒരു വിശാലത വെളിപ്പെടുവാൻ യേശുവിന്റെ നാമത്തിലൂടെയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാധ്യങ്ങൾ സാധ്യമാക്കുന്ന യഹോവയുടെ കരം ഈ രാത്രികാലം ചലിക്കട്ടെ. അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചപ്പോൾ കാരാഗൃഹത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു. കാരാഗൃഹത്തിന്റെ പൊട്ടുകൾ പൊട്ടിയതുപോലെ ചില ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുവാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി തീരദേശം പ്രദേശത്തെ ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കിയെടുക്കുവാൻ തക്കവണ്ണം കർത്താവെ അഭിഷിക്തരായ ഞങ്ങളെ അവിടെ നിന്ന് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവസങ്ങളിൽ അസാധാരണമായ ദൈവിക പ്രവൃത്തികൾ, ദൈവിക മഹത്വങ്ങൾ ഞങ്ങളിലൂടെ ചലിക്കുവാൻ തക്കവണ്ണം കർത്താവെ ആയിരങ്ങൾ പതിനായിരങ്ങൾ പങ്കെടുക്കുന്നതായ ഓരോ കൂടിവരവുകൾ നടത്തുവാൻ, സഭകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ. ഈ കർത്താവെ യോഗങ്ങൾക്കെല്ലാം നേതൃത്വം വഹിക്കുന്നതായ ദൈവഭക്തന്മാരെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ നല്ല പിതാവേ, ആമേൻ. പുത്രൻ വഴിയായി നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട ദൈവത്തെ നമുക്ക് അരവേർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 സ്തോത്രം. നമുക്ക് വീണ്ടും ദൈവകരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ഇന്ത്യയൊട്ടാകെ മിഷണറിമാർ, ക്രിസ്തീയ സമൂഹം വളരെയധികം ഭാരത്തിലൂടെ കടന്നു പോവുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ ദൈവദാസന്മാർക്കെതിരെ, വിളിച്ചു വേർതിരിക്കപ്പെട്ട വിശുദ്ധ ജനത്തിനെതിരെ ഉയരുന്ന പീഡനങ്ങൾ വളരെ വലുതാണ്. അവിടെയൊക്കെ ആ ദൈവത്തിന്റെ കരം കൂടെ ഇരുന്ന് സ്വർഗം അവരെ താങ്ങുവാൻ, ശത്രുവിന് പോലും അത്ഭുതം കൂറത്തക്ക നിലവാരത്തിൽ അവർ വളർന്ന് മുന്നേറുവാൻ ദൈവകരങ്ങളിലേക്ക് ഈ വിഷയത്തെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവദാസന്മാരെ, ദൈവസഭകളെ, ക്രിസ്തീയ സമൂഹത്തെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ത്യയൊട്ടാകെ ആ ആത്മീയ ഉണർവിന്റെ ഭാഗമായി തീരുവാൻ കഴിയുന്ന നിലവാരത്തിൽ ദൈവത്തിന്റെ കരം ഇന്ത്യയൊട്ടാകെ വ്യാപരിക്കുവാൻ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് അച്ചുമോളെ പ്രാർത്ഥിച്ചാട്ടെ. അച്ചുമോളെ കേൾക്കുന്നുണ്ടോ? പ്രാർത്ഥിച്ചാട്ടോ. ഹല്ലേലൂയ. ദൈവമേ, പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന ദൈവമേ, സ്തോത്രം ചെയ്യുന്നു. മൈക്ക് ഓൺ ചെയ്യുമോള്. സ്തോത്രം, 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 സ്തോത്രം. നല്ല ദൈവമേ, ഒരിക്കൽ കൂടി കർത്താവെ പറയപ്പെട്ട വിഷയം സ്തോത്രം. കർത്താവെ, ദേവദാസന്മാര്, കർത്താവെ, ദൈവമക്കളൊക്കെ കർത്താവെ ആയിരിക്കുന്നു. ഒത്തിരി ദൈവത്തിന്റെ നാമത്തിൽ പീഡനങ്ങളൊക്കെ അവർ സഹിക്കുന്ന കർത്താവെ, അങ്ങനെ കർത്താവെ കളയാതെ അവരെ അങ്ങ് ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യേണ്ടതിനായി കണ്ടുവരുന്നതായ ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്ന ദൈവമേ, ഹല്ലേലൂയ, വിശ്വാസത്തിനെതിരായി കണ്ടുവരുന്നതായ നാമത്തിൽ അവർ സഹിക്കുന്നവരെ ബലപ്പെടുത്തി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരം കർത്താവോടൊക്കെയും ദൈവമേ കൂടെ ഇരുന്നവരെ ബലപ്പെടുത്തുമാറാകണമേ. വിശ്വാസം അകന്നു പോകാതെ അവിടുന്ന് ബലപ്പെടുത്തേണ്ടതിനായ ദൈവത്തിൽ കർത്താവേ സ്തോത്രം ചെയ്യുന്ന കർത്താവേ സ്തോത്രം ചെയ്യുന്ന അങ്ങ് വചനത്താൽ ബലപ്പെടുത്തുമാറാകേണ്ടതിനായി അങ്ങയുടെ ദാസന്മാർക്ക് വിരോധമായി ഉയർത്തുന്ന കരങ്ങളൊക്കെ ദൈവത്തിന്റെ പ്രവൃത്തിയായി േണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വിശ്വാസം അകന്നു പോകുന്നു. ദൈവവചനത്തിൽ അവരെ നിർത്തേണ്ടതിനായി ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ എല്ലാവരെയും ദൈവം ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിരിക്കുന്ന ഹല്ലേലൂയ ദൈവമക്കളെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ സ്തോത്രം, അന്ത്യത്തോളം ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുവാൻ അവരെ ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ദൈവം കർത്താവ് പ്രവർത്തിക്കുമാറാകണമേ. ഒത്തിരി ജീവിതങ്ങൾ രക്ഷിക്കപ്പെടുവാനും കർത്താവെ സ്തോത്രം ചെയ്യുന്ന ദേശത്തൊക്കെയും വലിയ മാനസാന്തരങ്ങൾ ഉണ്ടാകുവാനും ദൈവം ഹല്ലേലൂയ ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നാളുകളായി കർത്താവെ ദൈവജനം ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്ന വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പാഴായി പോകുന്ന ദൈവം ദേശത്തിന്റെ പല ഭാഗങ്ങളിലും ദൈവത്തിന്റെ പ്രവൃത്തി അയക്കുവാൻ തക്കണം സഹായിക്കേണ്ടതിനായി ഞങ്ങൾക്കല്ല അങ്ങയുടെ ദൈവ വിശ്വസ്തത നിമിത്തം അങ്ങയുടെ നാമത്തിന് തന്നെ മഹത്വം വരുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു.
പ്പെട്ട വിഷയങ്ങൾ ഒരിക്കൽ കൂടി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. പുത്രൻ വഴിയായി നമ്മുടെ പ്രാർത്ഥന കേട്ട ദൈവത്തെ നമുക്ക് അരവുയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 സ്തോത്രം. നമുക്ക് വീണ്ടും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ അടിസ്ഥാനം ഉറയ്ക്കേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പൊ നമ്മുടെ അടിസ്ഥാനം ഉറപ്പിക്കുവാൻ കഴിയുന്ന നിലവാരത്തിൽ നമ്മൾ ഒന്നിച്ച് ഒരുമനപ്പെട്ട് ഒരേ ധാരയിൽ ഓടുവാൻ കഴിയുന്ന ഒരു 12 പേരുടെ കൂട്ടം നമ്മളോട് കൂടെ കൂടുവാൻ, നമ്മുടെ യാത്രകളിൽ അവർ തീക്ഷ്ണതയുള്ളവരായി നിൽക്കുവാൻ, ഐക്യത്തിന്റെയും മുന്നോട്ടുള്ള പ്രയാണത്തിന്റെയും യാത്രകളിൽ ഒന്നിച്ചു നിൽക്കുന്ന, ഒരുമനപ്പെട്ട് യാത്ര ചെയ്യുന്ന ദൈവദാസന്മാരെയും കുടുംബങ്ങളെയും നമ്മളോടൊപ്പം ചേർക്കപ്പെടുവാൻ, നമ്മുടെ മുന്നോട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ ക്രിസ്തുവിൽ മുന്നേറുവാൻ ദൈവകരങ്ങളിലേക്ക് ഈ വിഷയത്തെ സമർപ്പിച്ച് സ്വാമി ബ്രദർ പ്രാർത്ഥിച്ചാൽ. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നന്ദിയോടെ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ വാഗ്ദത്ത പ്രകാരം, അങ്ങയുടെ ദർശന പ്രകാരം കർത്താവേ, അങ്ങയുടെ വേലപിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വേലപിതാവെ തികപ്പാൻ തക്കവണ്ണം കർത്താവേ, ഐക്യതയോടുകൂടെ കർത്താവേ, സ്നേഹത്തോടുകൂടെ കർത്താവെ, ദൈവസ്നേഹത്തിന് വേണ്ടി പിതാവെ, ദൈവദാസന്മാരെ കുടുംബത്തെയും പിതാവെ ഞങ്ങളുടെ കൂടെ പിതാവെ കൂട്ടിച്ചേർപ്പിക്കണമേപ്പ. അപ്പ വഴിയിൽ കളയുന്നവരായിട്ടല്ല കർത്താവെ, ഹാലലു ഞങ്ങളുടെ വാഗ്ദത്തം നിറവേറ്റുവാൻ തക്കവണ്ണം കർത്താവെ, അങ്ങിൽ നല്ല വിശ്വാസവും പ്രത്യാശയും മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവെ, ഈ വേലയിൽ പിതാവെ ശക്തമായും വ്യക്തമായും കർത്താവെ പ്രവർത്തിപ്പാൻ തക്കവണ്ണം അങ്ങയുടെ അഭിഷിക്തന്മാരെ കർത്താവെ അഭിഷേകം ചെയ്ത് ഞങ്ങൾക്ക് കൂട്ടു സഹോദരങ്ങളാക്കി അങ്ങ് തന്ന പിതാവെ ഈ വേലയെ തികപ്പിക്കണമേ കർത്താവെ. സ്തോത്രം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവമേ, ഈ വിഷയത്തിന്റെ മേൽ അങ്ങ് അത്ഭുതം പ്രവർത്തിച്ചനായി സ്തോത്രം ചെയ്യുന്നു. സകലമാനവും മോത്തവും സ്വർഗീയപ്പച്ച് യേശു ക്രിസ്തുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ കൃപ ഉണ്ടായി കിടക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. പുത്രൻ വഴിയായി നമ്മുടെ പ്രാർത്ഥന കേട്ട ദൈവത്തെ നമുക്ക് അരവുയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 സ്തോത്രം. രവി പാസ്റ്റർ പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞു. ഞാനാണോ? രവി പാസ്റ്റർ. സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, ഇത്രത്തോളം ദൈവ സാന്നിധ്യം കൂടെ ഇരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപ കൂടെ ഇരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അപ്പ ഞങ്ങൾ പ്രാർത്ഥിച്ചത് അങ്ങ് ശ്രദ്ധ വെച്ച് കേട്ട് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അങ്ങ് മറുപടി തരുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇത്രത്തോളം കർത്താവിന്റെ സാന്നിധ്യം, ഇത്രത്തോളം കർത്താവിന്റെ ജയം, ഇത്രത്തോളം ദൈവകൃപ ഞങ്ങളുടെ കൂടെ ഇരുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്ന് പലർക്കും പങ്കെടുക്കുവാൻ കഴിഞ്ഞില്ല കർത്താവേ. അടുത്ത തിങ്കളാഴ്ച മുതൽ കർത്താവ് എല്ലാവരും കടന്നു വരുവാൻ തക്കവണ്ണം എന്റെ ദൈവം അതിന്മേൽ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, എന്റെ ദൈവത്തിന്റെ പ്രവൃത്തിയെ കാണണം കർത്താവ്. ഞങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ തിരുവനന്തപുരം ജില്ലയ്ക്കകത്തൊരു അടിത്തറ ഉറപ്പിക്കുവാൻ തക്കവണ്ണം ശത്രു കർത്താവെ കാലുകുത്തുവാൻ ഇടം തരില്ല എന്ന് വെല്ലുവിളിക്കുമ്പോൾ അതേ ശത്രുവിന്റെ മാധ്യത്തിൽ തന്നെ വലിയൊരു ദൈവപ്രവൃത്തി കാണത്തക്ക നിലവാരത്തിൽ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റണം അപ്പച്ച. ഇന്ന് പ്രാർത്ഥിച്ച വിഷയങ്ങൾ ഒരിക്കൽ കൂടി ഏൽപ്പിക്കുന്നു കർത്താവ്, അതിന്മേൽ പ്രവർത്തിക്കണം കർത്താവ്. ഇടപെടുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അത്ഭുതകരം വെളിപ്പെടുത്തിയതിനായി സ്തോത്രം. പ്രത്യേകിച്ച് ജോൺ ബീറ്റ് പാസ് ഒരുക്കി കൂടെ തരുന്നു കർത്താവ്. നാളുകൾ ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. തന്റെ ആവശ്യങ്ങൾ എന്തെന്ന് കർത്താവ് അറിയുന്നു, തന്റെ പ്രാർത്ഥനകൾ കർത്താവ് അറിയുന്നു. കർത്താവെ, പരസ്യമായി രഹസ്യമായി താൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കകത്ത് എന്റെ ദൈവം റിസൾട്ട് പകരുന്നതായി എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് പ്രവർത്തിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇത്രത്തോളം ദൈവകൃപ കൂടെ ഇരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. മാനവും മഹത്വവും അങ്ങെടുത്താട്ടെ. ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. വഴിയായി നമ്മുടെ പ്രാർത്ഥന കേട്ട ദൈവത്തെ നമുക്ക് അരവുയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആശീർവാദം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കാവലും കൂട്ടായ്മയും ഇന്ന് പ്രാർത്ഥിച്ച വിഷയത്തോട് കർത്താവിന്റെ വരൂവരെ എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. അർക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.